ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ വർഷങ്ങളിലെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളിലെ ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഈ പറയുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: എ പെൻ മാനുഫാക്ചറിംഗ് കമ്പനി ഡിസൈഡഡ് ടു റെഡ്യൂസ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ബൈ 10% ഓവർ ദാറ്റ് ഓഫ് പ്രീവിയസ് മന്ത് ഫോർ ദ നെക്സ്റ്റ് 3 months ഫ്രം February 2016. The production of the month in January 2016 was 3000 pens. How many pens were produced in March 2016? അതായത് ഒരു കമ്പനി അവരുടെ പ്രൊഡക്ഷൻ എത്രയാണ് 10% വെച്ച് കുറയ്ക്കാൻ പോകുന്നു. അതായത് ജനുവരി മാസത്തിലെ പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2016 ജനുവരി മാസത്തെ പ്രൊഡക്ഷൻ 3000 പേരെയാണ്. ഇനിയും വരുന്ന ഓരോ മാസങ്ങളിലും, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്പം ജനുവരിയിൽ നിന്ന് ഫെബ്രുവരിയിലേക്ക് വരുമ്പോൾ 10% പ്രൊഡക്ഷൻ കുറയും. ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് വരുമ്പോഴും 10% പ്രൊഡക്ഷൻ കുറയും, അല്ലേ? അപ്പോൾ ജനുവരിയിലേത് നമുക്ക് തന്നിട്ടുണ്ട്. ജനുവരിയിലെ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 3000. അപ്പോൾ ഫെബ്രുവരിയിലേത് എത്രയാണെന്നാണ് ചോദ്യം. അതായത് അടുത്ത 3 മാസത്തേക്ക്, തൊട്ട് മുമ്പത്തെ മാസത്തിൽ നിന്ന് അടുത്ത 3 മാസത്തേക്ക്, അല്ലെങ്കിൽ ജനുവരി മാസം മുതൽ 3 മാസത്തേക്ക് 10% പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടാണ് ഇവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജനുവരിയിൽ നിന്ന് ഫെബ്രുവരിയിലേക്ക് വരുമ്പോൾ 10% കുറയും, ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് വരുമ്പോഴും 10% കുറയും. അപ്പോൾ ജനുവരിയിൽ നമ്മുടെ കയ്യിൽ 3000 പേന ഉണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ 10% കുറഞ്ഞത് എത്രയാവും? ജനുവരിയിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ 10% കുറയുക എന്ന് പറയുമ്പോൾ 90%. ഓക്കെ, വീണ്ടും എന്താണ്? വീണ്ടും ഫെബ്രുവരി ആയി. വേണമെങ്കിൽ നമുക്ക് ഫെബ്രുവരിയിലെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് ചെയ്താൽ മതി. വീണ്ടും എത്ര ശതമാനം കൂടെ കുറയണം? 10% കൂടെ കുറയണം. വീണ്ടും 10% കൂടെ കുറയുക എന്ന് പറയുമ്പോൾ വീണ്ടും, അതായത് ഇതിൻ്റെ മൊത്തത്തിൽ ഈ 3000ൻ്റെ 90%-ന് വീണ്ടും 10% കുറയുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും എത്രയാണ്? 90%. ഓക്കെ, അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 2 0 ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഈ 0യും ഈ 0യും അതുപോലെ ഈ 0യും നമുക്ക് കട്ട് ചെയ്ത് പോകും. സോ 30 × 81 അല്ലേ? ഇപ്പോൾ 8 × 3, സോറി അല്ല, 3 × 1 3, 8 × 3 24. അപ്പുറത്തൊരു 0 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2430 എന്ന് കിട്ടും. ശരിയാണോ? യെസ്, 2430. അതായത് പെർസെൻറ്റേജ് റിഡക്ഷൻ, പെർസെൻറ്റേജ് ചേഞ്ച് ഒക്കെ നമ്മൾ പെർസെൻറ്റേജ് ക്ലാസ് എടുത്തപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് ചേഞ്ച് വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ഓൺ ദ മാർക്കറ്റ് പ്രൈസ്, a shopkeeper charges 540 for a watch. അതായത് ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 10%, മാർക്കറ്റ് പ്രൈസിന് 10% ഡിസ്കൗണ്ട് കൊടുത്ത ശേഷം ഒരു ഷോപ്പ് കീപ്പർ ഒരു വാച്ച് 540 രൂപയ്ക്ക് വിൽക്കുന്നു. ഹാഡ് ഹി നോട്ട് അലൗഡ് എനി ഡിസ്കൗണ്ട്, ഒരു ഡിസ്കൗണ്ടും ഇയാൾ അനുവദിച്ചില്ലായിരുന്നു എങ്കിൽ ഇയാൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടിയേനെ? 20% ലാഭം കിട്ടിയേനെ. വാട്ട് ഈസ് ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ വാച്ച്? ഓക്കെ, സോ നമുക്ക് 10% ഡിസ്കൗണ്ട് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട് എപ്പോഴും ഏത് വിലയ്ക്കാണ് കൊടുക്കുക? ഡിസ്കൗണ്ട് ഒരിക്കലും കോസ്റ്റ് പ്രൈസിനോ സെല്ലിംഗ് പ്രൈസിനോ ഒന്നും കൊടുക്കത്തില്ല. ഡിസ്കൗണ്ട് ഈസ് ഓൾവേസ് ഗിവൺ ഓൺ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം. ഡിസ്കൗണ്ട് എപ്പോഴും ഏത് വാല്യൂവിനെ കൊടുക്കത്തുള്ളൂ? മാർക്ക്ഡ് പ്രൈസിനെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ സാധനത്തിൻ്റെ മാർക്ക്ഡ് പ്രൈസ് 100% ആണെങ്കിൽ ഇയാൾ കൊടുത്ത ഡിസ്കൗണ്ട് എത്ര? 10%. അപ്പോൾ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ സാധനത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 90% ആയിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോപ്പ് കീപ്പർ ചാർജസ് 540 ഫോർ എ വാച്ച്. അപ്പോൾ ഇയാൾ 540 വാച്ച് വിറ്റു. അപ്പോൾ 90% ആയിരിക്കത്തില്ല 540? അതെ. 90% 540 ആണെങ്കിൽ നമുക്ക് ഈ വാച്ചിൻ്റെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കരുതോ? 100%. മക്കളെ, 90% 540 ആണെങ്കിൽ 100% എത്ര? 90 മുട്ടായിക്ക് 540 രൂപയാണ്. 100 അവിടെ നിൽക്കട്ടെ. ഒരു മുട്ടായിയുടെ വില എത്ര? ഒരു മുട്ടായിയുടെ വില കണ്ടുപിടിക്കാൻ 540 എന്ത് ചെയ്യുക? 90 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1ൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് 100 വേണ്ടത്. ഇൻറ്റു 100 അപ്പോൾ എത്ര കിട്ടും? 54 9 ഹരിച്ച 6, 6 × 100 എത്ര കിട്ടും? 600. അപ്പോൾ 600 രൂപയ്ക്കാണ് ഈ സാധനത്തിൻ്റെ പുറത്തുള്ള വില. അതായത് ഇതിൻ്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 600 രൂപയാണ്. അപ്പോൾ ഈ 600 രൂപയുള്ള സാധനമാണ് ഇയാൾ എത്ര രൂപ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് ഇയാൾ എത്ര രൂപയ്ക്ക് വിറ്റത്?
540 രൂപയ്ക്ക് വിറ്റത്. ഇനി അയാൾ ചിന്തിക്കുകയാണ്, ഹാഡ് ഹി നോട്ട് ഗിവൺ എനി ഡിസ്കൗണ്ട്, അയാൾ ഒരു ഡിസ്കൗണ്ടും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, ഹാഡ് ഹി നോട്ട് അലൗഡ് എനി ഡിസ്കൗണ്ട്, ഒരു ഡിസ്കൗണ്ടും കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഒരു ഡിസ്കൗണ്ടും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റ് പ്രൈസ് എഴുതി വെച്ച വിലയ്ക്ക് തന്നെ അയാൾ വിൽക്കുന്നു. അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നെങ്കിൽ 600 ആയിരുന്നെങ്കിൽ, അതായത് മാർക്കറ്റ് പ്രൈസിന് തന്നെ വിറ്റിരുന്നെങ്കിൽ ഹി മേഡ് എ പ്രോഫിറ്റ് ഓഫ് 20%. അങ്ങനെ 600-ന് വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 20% ലാഭം കിട്ടിയേനെ. മക്കളെ, 20% ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ചിന്തിക്കണം, കോസ്റ്റ് പ്രൈസ് 100% ആയിരിക്കും, പ്രോഫിറ്റ് 20% ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും ഇവിടെ? 120%. അതായത് 20% ലാഭം എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് 120%. A% പ്രോഫിറ്റ് എന്ന് കേട്ടാൽ സെല്ലിംഗ് പ്രൈസ് 100+A ആയിരിക്കും. അപ്പോൾ A% ലോസ് എന്ന് കേട്ടാലോ 100- A ആയിരിക്കും, അല്ലേ? അതെ. അപ്പോൾ ഈ 120% എന്ന് പറയുന്നതല്ലേ കുഞ്ഞ് 600? കാരണം എന്താ? 20% ലാഭം കിട്ടിയാലേ 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 20% ലാഭം ഉൾപ്പെടെ 600 രൂപയ്ക്ക് വിൽക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 120% എത്ര? 600. കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കണ്ടേ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര? നമ്മൾ എത്ര ആയിട്ട് എടുത്തേക്കുന്നത്? 100% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. 120 600 ആണെങ്കിൽ 100 എത്ര? എടാ 120 600 ആണെങ്കിൽ 100 എത്ര? 120 600 ആണെങ്കിൽ 1 എത്ര? നേരത്തെ പറഞ്ഞല്ലോ, മുട്ടായിയുടെ കണക്കെടുക്കാം. 120 മുട്ടായിക്ക് 600 രൂപ. ഒരു മുട്ടായിയുടെ വില എത്ര? 600 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു എത്ര? നമുക്ക് 1% കിട്ടി. ഇനി എത്ര വേണ്ടേ? 100% ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും? 500. 500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്ക് ശരിയാണോ നോക്കാം. യെസ്, 500 എന്ന് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, A certain distance is covered by a cyclist. A certain distance is covered by a cyclist at a certain speed. If a jogger covers half the distance in double the time. If a jogger covers half the distance in double the time, the ratio of speed of the jogger to the cyclist. Okay. So നമുക്ക് ആദ്യം റേഷ്യോ എന്തിൻ്റെയാണ് വേണ്ടത്? ജോഗറിൻ്റെയും സൈക്ലിസ്റ്റിൻ്റെയും റേഷ്യോ ആണ് വേണ്ടത്. സോ ഞാൻ ആ ഓർഡറിൽ അങ്ങ് എഴുതി, ജോഗർ ഈസ് ടു സൈക്ലിസ്റ്റ്. ഓക്കെ. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എ സർട്ടൺ ഡിസ്റ്റൻസ് ഇസ് കവേർഡ് ബൈ എ സൈക്ലിസ്റ്റ് അറ്റ് എ സർട്ടൺ സ്പീഡ്. അപ്പം ഡിസ്റ്റൻസും സ്പീഡും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ ജോഗർ എന്തുമാത്രം ദൂരം സഞ്ചരിച്ചെന്നോ അതിന് എത്ര സ്പീഡ് എടുത്തെന്നോ വല്ലതും നമുക്കറിയാമോ? സോറി, റേഷ്യോ ഓഫ് സ്പീഡാണ് വേണ്ടത്. അപ്പം എന്താണ്, നമുക്ക് ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. ഓക്കെ. അപ്പം ഡിസ്റ്റൻസ് എഴുതി, സ്പീഡ് ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്റ്റൻസും ടൈമും എടുത്തു. കാരണം ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. ഓക്കെ. എ സർട്ടൺ ഡിസ്റ്റൻസ് ഇസ് കവേർഡ് ബൈ എ സൈക്ലിസ്റ്റ് അറ്റ് എ സർട്ടൺ സ്പീഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സൈക്ലിസ്റ്റിൻ്റെ എന്തെങ്കിലും കാര്യം അറിയാമോ? ഇല്ല. ഡിസ്റ്റൻസ് എത്ര അറിയത്തില്ല, ഞാൻ ഒന്നായിട്ട് എടുത്തു. ഡിസ്റ്റൻസിനെ ഞാൻ ഒന്നായിട്ട് എടുത്തു. ടൈം എത്ര? അതും എനിക്കറിയത്തില്ല, ഞാൻ അതിനെയും ഒന്നായിട്ട് എടുത്തു. കാരണം ഇതിനെ രണ്ടിനെ എനിക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യണം? ജോഗറുമായിട്ട് കമ്പയർ ചെയ്യണം. ചോദ്യത്തിൽ അത് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എ സർട്ടൺ ഡിസ്റ്റൻസ് ഇസ് കവേർഡ് ബൈ എ സൈക്ലിസ്റ്റ് അറ്റ് എ സർട്ടൺ സ്പീഡ്. ഇഫ് എ ജോഗർ കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ്, സൈക്ലിസ്റ്റ് എത്ര ആണോ എടുക്കുന്നത് അതിൻ്റെ പകുതി. സൈക്ലിസ്റ്റ് എത്ര? 1 എടുക്കുന്നത്. അപ്പോൾ ജോഗർ എത്ര ആയിരിക്കും? അതിൻ്റെ പകുതി, 1/2. ഹാഫ് ദ ഡിസ്റ്റൻസ് ഇൻ ഡബിൾ ദ ടൈം. ആ ടൈം ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടേ? സൈക്ലിസ്റ്റുമായിട്ട്. സൈക്ലിസ്റ്റിൻ്റെ ടൈമിനെ ഒന്നായിട്ടല്ലേ എടുത്തേക്കുന്നത്. ജോഗറിൻ്റെ ടൈം അപ്പോൾ എത്ര ആയിരിക്കും? 2. ഓക്കെ. യെസ്. സോ ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? സ്പീഡാണ് വേണ്ടത്. എടാ മക്കളെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലയോ? അതെ. അപ്പോൾ 1/2 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ജോഗറിൻ്റെ സ്പീഡ്. സൈക്ലിസ്റ്റിൻ്റെ സ്പീഡ് എത്ര? 1 ഡിവൈഡഡ് ബൈ 1. ഓക്കെ. സോ 1/2 ഡിവൈഡഡ് ബൈ 2. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് അതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1/2 ഇൻറ്റു 2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എത്ര? 1/2 ഈസ് ടു ഇത് 1/1 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും. സോ 1/2 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എന്താണ്? 1/4 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. സോ 1/4 ഈസ് ടു 1 ആണ് റേഷ്യോ.
റേഷ്യോ എത്ര? 1/4:1. ഇതിൻ്റെ അടി 2 വരെയിട്ട് ആൻസർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. റേഷ്യോയിൽ ഒരിക്കലും എന്ത് വരരുത്? ഫ്രാക്ഷൻ വരരുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും 4 കൊണ്ട് അങ്ങ് ഗുണിച്ചു. അപ്പോൾ ഫ്രാക്ഷൻ അങ്ങ് ഇല്ലാതായി. അപ്പോൾ ഈ 4 കട്ട് ചെയ്തു. ഇവിടെ 1, ഇവിടെ എത്ര കിട്ടും? 1 × 4 എത്ര കിട്ടും? 4. സോ ജോഗർ ടു സൈക്ലിസ്റ്റ് റേഷ്യോ എത്രയാണ്? 1:4. അതായത് നമുക്ക് ചോദ്യത്തിൽ ഒന്നും തന്നിട്ടില്ലായിരുന്നു. നമ്മളോട് ആകെ പറഞ്ഞിരുന്നത് എ സർട്ടൺ ഡിസ്റ്റൻസ് ഇസ് കവേർഡ് ബൈ എ സൈക്ലിസ്റ്റ് അറ്റ് എ സർട്ടൺ ടൈം. ഡിസ്റ്റൻസും അറിയത്തില്ല, സ്പീഡും അറിയത്തില്ല, ടൈമും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ ജോഗറുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സൈക്ലിസ്റ്റിൻ്റെ ഡിസ്റ്റൻസിനെയും ടൈമിനെയും 1 ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്തു. എന്നിട്ട് ജോഗറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. സൈക്ലിസ്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്ര? ജോഗറും സൈക്ലിസ്റ്റും നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ജോഗർ കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ സൈക്ലിസ്റ്റിൻ്റെ ഡിസ്റ്റൻസിനെ 1 ആയിട്ട് എടുത്താൽ ജോഗറിൻ്റെ അതിൻ്റെ പകുതി 1/2. ഇൻ ഡബിൾ ദ ടൈം. സൈക്ലിസ്റ്റിൻ്റെ ടൈമിനെ 1 ആയിട്ട് എടുത്താൽ ജോഗറിൻ്റെ ടൈം എത്ര ആയിരിക്കും? ഡബിൾ ആയിരിക്കും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തു? അതായത് നമ്മൾ ഈ 2 റേഷ്യോ നമുക്ക് കിട്ടി. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഹാഫ് ഡിവൈഡഡ് ബൈ 2 = 1/1. അപ്പോൾ നമുക്ക് 1/4:1 എന്ന് കിട്ടി. രണ്ട് സൈഡിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയടാ? 1:4. ശരിയാണോ? ശരിയാണോ? യെസ്, 1:4. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. An aeroplane covers a certain distance at a speed of 240 km/h in 5 hours. To cover the same distance in 1 and 2/3 hours, it must fly at a speed of. അതായത് ചോദ്യം വളരെ സിമ്പിളാണ്. എന്താണ്? ഒരു എയറോപ്ലെയിൻ എത്രയോ ദൂരം മറികടക്കുന്നു. എത്ര സമയം കൊണ്ട്? എത്ര സ്പീഡ് കൊണ്ട്? 240 km/h വെച്ചിട്ട് 5 മണിക്കൂർ എടുത്തിട്ട്. അപ്പോൾ 5 മണിക്കൂറിൽ 240 കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. എത്രയാണ്? 240 × 5. സോ ദ ഡിസ്റ്റൻസ് ഇസ് 1200 കിലോമീറ്റർ. സോ ഡിസ്റ്റൻസ് ഇതാണ്. സോ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ 1 and 2/3 hours. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ടൈമിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അത് ഇംപ്രോപ്പർ ആക്കി നമുക്ക് എടുത്തിട്ട് ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഈ ടൈം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. മക്കളെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഈ ചോദ്യത്തിലുണ്ടോ? ഈ ചോദ്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്ക്. എടാ, ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം എന്താണ്? ആദ്യം ചോദ്യം നന്നായി മനസ്സിലാക്കുക. എന്താണ്? ഒരു എയറോപ്ലെയിൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് 240 km/h വേഗത്തിലാണ്. 5 മണിക്കൂർ കൊണ്ട് അത് എവിടെയോ എത്തുന്നു. ആ 5 മണിക്കൂർ കൊണ്ട് അത് എവിടെയോ എത്തുന്നു. അത്രയും ദൂരം തന്നെ സഞ്ചരിക്കണം. പക്ഷേ സമയം ഇപ്പോൾ 1 and 2/3 hours ഉള്ളൂ. എടാ, ഇങ്ങോട്ട് നോക്കിക്കോ. 5 മണിക്കൂർ കൊണ്ട് എത്തണം. വേഗത എത്ര ആയിരിക്കണം? 240 km/h ആയിരിക്കണം. അല്ലേ? അതെ. ഇപ്പോഴത്തെ ടൈം എത്ര മക്കളെ? 1 and 2/3. ഈ 1 and 2/3 നമുക്ക് അങ്ങ് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ നമുക്ക് അങ്ങ് ഇംപ്രോപ്പർ ആക്കാം. അപ്പം 3 × 1 3, 3 × 2 5. എത്ര? 5/3 എന്ന് കിട്ടി. അല്ലേ? അപ്പോൾ 1 and 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/3 hour ആണ്. സോ 5 hour കൊണ്ട് 240 km/h ആണ്. എടാ, അങ്ങനെയാണെങ്കിൽ 5/3 hour കൊണ്ട് എത്ര ആയിരിക്കും? 5/3 hour കൊണ്ട് എത്ര ആയിരിക്കും? മക്കളെ, ഇങ്ങോട്ട് നോക്കിക്കേ. സമയത്തിന് എന്താ സംഭവിച്ചത്? എടാ, 5 എന്നുള്ളത് 3 മടങ്ങ് കുറഞ്ഞു. 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ 5/3 കിട്ടുക? അതെ. എടാ മക്കളെ, സമയം 3 മടങ്ങ് കുറഞ്ഞു. അപ്പോൾ സ്പീഡിന് എന്ത് സംഭവിക്കണം? 3 മടങ്ങ് കൂടണം. ടൈമും സ്പീഡും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോണം. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ടൈം 3 മടങ്ങ് കുറഞ്ഞാൽ സ്പീഡ് 3 മടങ്ങ് കൂടണം. സോ ആൻസർ ഇസ് 240 × 3. എത്ര കിട്ടും? 720 km/h. ശരിയാണോ? യെസ്, 720 km/h. സോ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടൈമും സ്പീഡും എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. സോ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. എ മാൻ പെർഫോംസ് 4/11 ഓഫ് ഹിസ് ജേർണി ബൈ റെയിൽ, 15/44 by bus, and the remaining 572 kilometers by other vehicles. How much distance did he cover in total journey? അതായത് ഇയാൾ ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 11/4 ഭാഗം റെയിലിലാണ് സഞ്ചരിക്കുന്നത്, ട്രെയിനിൽ സഞ്ചരിച്ചു. പിന്നീട് 15/44 എന്ന് പറയുന്നത് ബസ്സിൽ സഞ്ചരിച്ചു. അപ്പോൾ ബാലൻസ് എത്ര ആയിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 നിന്ന് കുറച്ചാൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസിനെ നിങ്ങൾ 1 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ, ഈ 2 ഭിന്നസംഖ്യയും കൂടെ കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 നിന്ന് കുറയ്ക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ രണ്ട് സൈഡിലും, ഇപ്പോൾ ഇത് 44 അല്ലേ ഡിനോമിനേറ്റർ കിടക്കുന്നത്. അപ്പോൾ 2നെ ഞാൻ 44, അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 16/44 + 15/44. അപ്പോൾ എത്ര കിട്ടും?
31/44. ശരിയല്ലേ? 31/44. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ ഇനി ബാലൻസ് ഡിസ്റ്റൻസ് എത്ര ഉള്ളത്? 1 മൈനസ് 31/44. അപ്പോൾ എത്ര കിട്ടും? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 44/44 എന്ന് എഴുതാം. മൈനസ് 31/44 എത്ര കിട്ടും? 13/44 എന്ന് കിട്ടും. 13/44 എന്ന് കിട്ടും. 13/44 എന്ന് കിട്ടും. എടാ, ആ 13/44 ആണ് ബാക്കിയുള്ളത്. അതല്ലേ 572. അതായത് 13/44 എന്ന് പറഞ്ഞാൽ എത്ര? 572. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസിന് എത്ര ആയിട്ട് എടുത്തിരിക്കുന്നത്? 1 ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 572നെ ഇതുകൊണ്ട് ഹരിക്കണം. ഹരിക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. 572നെ 13/44 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 572നെ 13/44 റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 572 ഇൻറ്റു 44 മുകളിൽ പോകും, 13 എവിടെ വരും? താഴെ വരും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ 13 4 പ്രാവശ്യം ആകുമ്പോൾ 52, വീണ്ടും 4, അപ്പോൾ 44. 44 ഇൻറ്റു 44, 44ൻ്റെ സ്ക്വയർ. 44ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1936. സോ 1936 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്, 1936. അപ്പോൾ ഒന്നുമില്ല, 4/11 പാർട്ടും 15/44 പാർട്ടോടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 31/44 എന്ന് കിട്ടി. അത്രയാണ് അയാൾ സഞ്ചരിച്ചത്. ബാലൻസ് എത്ര ആണ്? അപ്പോൾ ബാലൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. എങ്ങനെയാ? ഇപ്പോൾ ഇതാ ഇങ്ങോട്ട് നോക്ക്, വേറൊരു കളർ എടുക്കാം. നിങ്ങൾ 1 എടുത്ത് കൺഫ്യൂസ്ഡ് ആവണമെന്നൊന്നുമില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് 44/44 ആയിട്ട് എടുക്കുക, മൈനസ് ഇത്രയും സഞ്ചരിച്ചത് 31/44. അവിടെ നമുക്ക് എത്ര കിട്ടും? ഈ 44/44നെയാണ് നമ്മൾ 1 ആയിട്ട് എടുത്തത്. അവിടെ എത്ര കിട്ടും നിങ്ങൾക്ക്? എത്ര കിട്ടും? 13/44. അതാണ് ബാലൻസ് ഡിസ്റ്റൻസ്. അതാണ് ഈ തന്നിരിക്കുന്ന 572. സോ അത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1936 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോയാണ്, 5 ചോദ്യങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള ധാരാളം എപ്പിസോഡുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം ചെയ്ത് നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ കുറേയധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.